നിന്റെ സുഹൃത്തുക്കളെ, ഇന്നലെ അർദ്ധരാത്രി നടന്നത് ഢാക്കയിലെ താൽക്കാലിക സർക്കാരിന് പോലും ഭാവനയിൽ കൂടി വരാത്ത ഒന്നാണ്. ബെയ്ജിങ്ങിലെ തന്ത്രപരമായ വിദഗ്ധർക്കും അത് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി ഏകദേശം 1:15 ഇന്ത്യൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ പാരാ കമാൻഡോസ് അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ബംഗ്ലാദേശിലെ ലാൽ മുനീർഹാഡ് എയർബേസിന് മുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. അതേ എയർബേസാണ് ചൈനീസ് അറബ് ഡോളറുകളുടെ സഹായത്തോടെ നിർമ്മിച്ചത്. യുദ്ധകാലത്ത് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സങ്കുചിത പാത മുറിച്ച് വിച്ഛേദിക്കാനും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൽ നിന്ന് വേർപെടുത്താനുമുള്ള തന്ത്രപരമായ കേന്ദ്രം. പക്ഷേ ഇന്ന് അതേ തന്ത്രപരമായ കേന്ദ്രം ഇന്ത്യൻ യോദ്ധാക്കളുടെ ഇരുമ്പ് ബൂട്ടുകൾക്ക് കീഴിലാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ സൈന്യം എയർബേസിൽ മാത്രം നിന്നില്ല. ലാൽ മുനീർഹാഡ് ബേസിൽ നിന്ന് മറ്റൊരു 12 കിലോമീറ്റർ ആഴത്തിൽ കടന്ന് 7 തന്ത്രപരമായ ഗ്രാമങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചു. ഇവിടെ ഹിന്ദു മഹാസമുദ്രത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും അപകടകരമായ യുദ്ധക്കപ്പൽ PNS ബാബർ ഇന്ത്യയുടെ നാശസ്വപ്നവുമായി യാത്ര തിരിച്ചു. പക്ഷെ അതിനറിയില്ല, സമുദ്രത്തിന്റെ യഥാർത്ഥ ചക്രവർത്തി INS വിക്രാന്ത് പൂർണ്ണ ശക്തിയോടെ നടുവിൽ നിന്ന് അതിന്റെ മരണത്തിന് കാരണമാകുമെന്ന്. സുഹൃത്തുക്കളെ, ദീപുദാസിന്റെ മരണദുഃഖം ഇനിയും പൂർണ്ണമായി ശമിച്ചിട്ടില്ലാത്തപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് മറ്റൊരു ഹിന്ദു ന്യൂനപക്ഷത്തിന്റെ ക്രൂരമായ കൊലപാതകം ഇന്ത്യയുടെ സഹനത്തിന്റെ അവസാന പരിധി ലംഘിച്ചു. ഏത് മഹത്തായ രാജ്യത്തിലും സഹനത്തിനൊരു അവസാന പരിധിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബംഗ്ലാദേശ് റോഡുകളിൽ നിന്ന് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ, അമ്മമാർ, നിരപരാധികളായ കുട്ടികളുടെ നിലവിളികൾ കേൾക്കുന്നുണ്ട്. അവ 1971 കറുത്ത രാത്രികളുടെ ഓർമ്മകളെ പുതുക്കി. കൂടുതൽ നയത്തിന്റെ മേശയിൽ വാക്കുകൾ വിജയിക്കാതെ വരികയും ശാന്തിയുടെ അഭ്യർത്ഥനകളെ ദുർബലതയായി കാണുകയും ചെയ്താൽ ഇന്ത്യ എന്ന സ്വാഭിമാന രാജ്യം ചെയ്യേണ്ടത് ചെയ്തു. ദീപുദാസിന്റെ കൊലപാതകം ഒരു ക്രിമിനൽ സംഭവം മാത്രമല്ല, അത് ഇന്ത്യൻ പരമാധികാരത്തിനും മാനത്തിനുമുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ സർക്കാർ ഇന്നലെ വൈകുന്നേരം ഉന്നതതല യോഗം ചേർന്ന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഓപ്പറേഷൻ ലാൽ മുനീർഹാഡ് അത്ര രഹസ്യമായും കൃത്യമായും നടന്നു. ബംഗ്ലാദേശ് സൈന്യത്തിന് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ അവസരം പോലും ലഭിച്ചില്ല. ഈ എയർബേസ് നമ്മുടെ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്കിൽ നിന്നും വെറും 50 കിലോമീറ്റർ ദൂരത്തിലാണ്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ചൈന ഈ ബേസിനെ ഭാവിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സപ്ലൈ ലൈനുകൾ മുറിക്കാനുള്ള ലോഞ്ചിംഗ് പാഡായി തയ്യാറാക്കിയിരുന്നു. ഇന്ന് ഇന്ത്യ ഈ ധൈര്യവത്തരമായ ചുവട് വെക്കാതിരുന്നാൽ നാളെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് അപകടം വരാം. ഇത് വെറും ഭൂമി ആക്രമണം മാത്രമല്ല, രാജ്യദ്രോഹികൾക്ക് അവരുടെ സ്ഥാനം കാണിക്കൽ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, യഥാർത്ഥ ഗെയിം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഈ വീഡിയോ കണ്ട ശേഷം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ നോക്കുന്ന നിങ്ങളുടെ ദൃഷ്ടിപഥം പൂർണ്ണമായും മാറിപ്പോകും. പക്ഷേ ഈ വലിയ വാർത്തയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം പറയണം. സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ മാനം, ത്രിവർണ്ണ പതാകയുടെ ഗൗരവം എന്നിവയെക്കുറിച്ച് സംസാരിച്ചാൽ ചിലർ വല്ലാത്ത മൗനം പാലിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാരതീയനായി അഭിമാനിക്കുന്നുണ്ടോ? നിങ്ങളിലെ ഓരോരുത്തരിലും ദേശഭക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ആ ജോഷ് ഉണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ബോക്സിൽ ഉറക്കെ എഴുതൂ, ഭാരത് മാതാ കി ജയ്. ആ ശബ്ദങ്ങൾ ഢാക്ക വരെ കേൾക്കണം. ലോകത്തിനറിയണം, ഇത് 2025 പുതിയ ഭാരതമാണ്, കണ്ണിലേക്ക് കണ്ണു നോക്കി സംസാരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ സംഭവത്തിലേക്ക് തിരിച്ചുവരാം. ബംഗ്ലാദേശിനൊപ്പം ലോകത്തെ കുലുക്കിയ ഘട്ടം. ഇന്ത്യൻ സൈനിക ബൂട്ടുകളുടെ ശബ്ദം ഢാക്കയുടെ തൊടുപ്പ് കടന്നപ്പോൾ ബംഗ്ലാദേശ് താൽക്കാലിക സർക്കാർ ഭയത്തോടെ പഴയ യജമാനനായ പാകിസ്ഥാനോട് സഹായം ചോദിച്ചു. പാകിസ്ഥാൻ, സാമ്പത്തിക വ്യവസ്ഥ ചിതിമെടുത്ത് ദിവസവും ഹൃദയമിടിപ്പോടെ ജീവിക്കുന്ന രാജ്യം, ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കാനുള്ള മറ്റൊരു ആത്മഹത്യാത്മക ശ്രമം നടത്തി. പാകിസ്ഥാൻ തന്റെ ഏറ്റവും വലുതും അത്യാധുനികമായ യുദ്ധക്കപ്പൽ PNS ബാബറിനെ 20,000 സൈനികരുമായി ഹിന്ദു മഹാസമുദ്രത്തിലേക്ക് വേഗത്തിലയച്ചു. അവരുടെ രഹസ്യ പദ്ധതി ചിറ്റഗോങ് തുറമുഖം വഴി ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്നിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി സപ്ലൈ ചെയിൻ തകർക്കുക. പക്ഷേ ഇത് ഇന്ത്യയുടെ 1971 ദുർബല ഭാരതമല്ല, 2025 ശക്തമായ ഭാരതം. PNS ബാബർ കുറച്ചു മൈലുകൾ മാത്രം സഞ്ചരിച്ചപ്പോൾ റഡാറിൽ ഇന്ത്യയുടെ യമരാജൻ കാണപ്പെട്ടു, INS വിക്രാന്ത്. ഈ വിമാനവാഹിനി കപ്പലിനൊപ്പം INS വിക്രമാദിത്യ, ഡിസ്ട്രോയർ ഇന്ത്യൻ ത്രികോണ്ട് എന്നിവ ചിറ്റഗോങ് തുറമുഖത്തിന് അഭേദ്യമായ ആവരണമുണ്ടാക്കി. ഇപ്പോൾ ഒരു മീൻ പോലും ഇന്ത്യൻ അനുമതിയില്ലാതെ നമ്മുടെ റാഫേൽ, സുഖോയ് വിമാനങ്ങളുടെ സൂപ്പർസോണിക് ഗർജനത്തോടെ ബംഗ്ലാദേശ് മുഴുവൻ വിറയ്ക്കുന്നു. നമ്മുടെ വായുസേന പെട്രോളിംഗ് മാത്രമല്ല ചെയ്യുന്നത്, പിൻ പോയിന്റ് കൃത്യതയോടെ പാകിസ്ഥാനി, ചൈനീസ് ചലനങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നു. സമുദ്രത്തിലെ അലകളിൽ ഇപ്പോൾ ത്രിവർണ്ണ പതാകയുടെ രാജ്യമാണ്.
ഇന്നത്തെ ദിവസങ്ങളിൽ യുദ്ധം അതിർത്തിയിൽ തോക്കുകളും ടാങ്കുകളും കൊണ്ട് മാത്രം ജയിക്കുന്നില്ല. സാമ്പത്തികവും തന്ത്രപരവുമായ അടികളാൽ ശത്രുവിന്റെ നടു പൊട്ടിക്കുന്നു. ഇന്ത്യ അതാണ് ചെയ്തത്. സൈന്യം അതിർത്തി കടന്നപ്പോൾ തന്നെ സാമ്പത്തിക ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അദാനി പവർ ബംഗ്ലാദേശിന്റെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ വലിയ ഭാഗം ഏകദേശം 800 മെഗാവാട്ട് വിതരണം ചെയ്തിരുന്നത് ഉടനടി നിർത്തി. മറ്റു 3 ഇന്ത്യൻ വൈദ്യുതി കമ്പനികളും കൈ പിൻവലിച്ചു. ഫലം, ഇപ്പോൾ ബംഗ്ലാദേശ് മുഴുവൻ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നു. അവിടുത്തെ ഗാർമെന്റ് ഫാക്ടറികൾ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് അടച്ചുപൂട്ടി. അതുമാത്രമല്ല, ബംഗ്ലാദേശ് തന്റെ ആവശ്യങ്ങളുടെ 60% എണ്ണയും ഗ്യാസും ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യ ആ സപ്ലൈയിൽ 50%-ലധികം കുറച്ചു. വൈദ്യുതിയില്ലാതെ, ഡീസലില്ലാതെ, ഗ്യാസ് ഇല്ലാതെ ഏത് സൈന്യത്തിനും ഏത് രാജ്യത്തിനും 7 ദിവസത്തിലധികം പോരാടാൻ കഴിയില്ല. ഇത് ഇന്ത്യയുടെ സൈലന്റ് കിൽ. ഒരു പൗരന്റെ രക്തം പോലും ഒഴുകാതെ അവരുടെ ഭരണവ്യവസ്ഥയെ പക്ഷവാതം തീർത്തു. വയറ് കാലിയാകുമ്പോൾ, ഇരുട്ടാഴമാകുമ്പോൾ, അപ്പോൾ ഢാക്കയ്ക്ക് മനസ്സിലാകും ഇന്ത്യയുമായുള്ള ശത്രുതത്തിന്റെ വിലയെത്രയെന്ന്. സുഹൃത്തുക്കളെ, വൈറ്റ് ഹൗസിന്റെ നയം ഇപ്പോഴും 2 മുഖമുള്ളതാണ്. ഒരു വശത്ത് അമേരിക്ക ഇന്ത്യയെ തന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയായി വിശേഷിപ്പിക്കുന്നു. മറുവശത്ത് പാകിസ്ഥാൻ സൈന്യത്തിന് ബില്യണുകൾ ഡോളർ സഹായം, F-16കളുടെ മെയിന്റനൻസിന് ഫണ്ട് നൽകുന്നത് മറക്കരുത്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ തന്നെയാണ് ഈ ആക്രമണ വിവരങ്ങൾ ലീക്ക് ചെയ്തത്, ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്താൻ. ഇത്തവണ അമേരിക്ക തന്നെ 7ാം ഫ്ലീറ്റിനെ നമുക്കെതിരെ അയക്കുമോ? ഇവിടെ ഇന്ത്യൻ കൂടുതൽ നയവും മോദി പുതിൻ സൗഹൃദവും യഥാർത്ഥ പരീക്ഷയിലാണ്. റഷ്യ ഇന്നലെ രാത്രി അത്തരമൊരു പ്രഖ്യാപനം നടത്തി. വാഷിംഗ്ടണിൽ ഭയാക്രാന്തി ഉണ്ടാക്കി. പുതിൻ വ്യക്തമായി പറഞ്ഞു, ദക്ഷിണേഷ്യയിലെ ഈ ആഭ്യന്തര വിഷയത്തിൽ അമേരിക്കയോ ചൈനയോ ഇടപെട്ടാൽ റഷ്യ കൂടിനോക്കിയിരിക്കില്ല. വിവരങ്ങൾ പ്രകാരം റഷ്യ ഇന്ത്യക്ക് കൂടുതൽ നയപരമായ സംരക്ഷണ കവചം നൽകുന്നത് മാത്രമല്ല, തന്റെ ഏറ്റവും രഹസ്യമായ ഘാതകമായ എയർ ഡിഫൻസ് സിസ്റ്റം S-500 ഭദ്രതാ കവചം ഇന്ത്യയുമായി പങ്കുവയ്ക്കാനുള്ള സൂചന നൽകി. റഷ്യയ്ക്കറിയാം, ശക്തമായ ഭാരതം ഏഷ്യയിൽ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമാണ്. അമേരിക്ക എത്ര തന്ത്രങ്ങൾ കളിച്ചാലും ഇത്തവണ ഇന്ത്യക്ക് സമുദ്രം മുതൽ ആകാശം വരെ അജേയതയുണ്ട വീറ്റോ പവറുണ്ട്. സുഹൃത്തുക്കളെ, സമ്മതിക്കണം, 1971 യുദ്ധത്തിൽ നമ്മുടെ സൈനികർ ജയിച്ചു. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ കൂടുതൽ നയമേശയിൽ വലിയ തെറ്റ് ചെയ്തു. നമ്മുടെ സൈന്യം ജയിച്ച ഭൂമി തിരിച്ചുകൊടുത്തു. ഭാരതത്തോട് ബഹുമാനമില്ലാത്തവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഫലം, 54 വർഷങ്ങൾക്ക് ശേഷവും അതേ ഭൂമിയിൽ നിന്നുള്ള അപകടങ്ങൾ നേരിടുന്നു. പക്ഷേ 2025-ലെ പുതിയ ഭാരതം തന്റെ തെറ്റുകളിൽ നിന്ന് പഠിച്ചു. ഇന്റലിജൻസ് ഇടനാഴികളിൽ ഇപ്പോൾ വലിയൊരു തന്ത്രത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നു. ഭരണപരമായ നിയന്ത്രണം അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഇത്തവണ ഇന്ത്യ വെറും ആക്രമിച്ച് പിന്മാറില്ല. ബംഗ്ലാദേശ് ഭൂപ്രദേശം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ചൈനീസ് ബേസുകൾക്കും ഹിന്ദു ന്യൂനപക്ഷ ഊച്ചകോതയ്ക്കും ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ആ പ്രധാന പ്രദേശങ്ങളുടെ ഭരണം തന്നെ ഏറ്റെടുക്കാം. ചർച്ചകൾ ഇവിടെ വരെയെത്തി. ഢാക്ക, ചിറ്റഗോങ് പോലുള്ള തന്ത്രപര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയമിക്കാം. അവിടുത്തെ ഹിന്ദുക്കൾക്ക് 100% സുരക്ഷ ഉറപ്പു നൽകാൻ. ഇത് അഖണ്ഡ ഭാരതത്തിലേക്കുള്ള ആദ്യത്തെയും ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ്. നമ്മുടെ ശത്രുക്കളുടെ പേര്, മൗനം എല്ലാം മായും. ഇപ്പോൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടോ? ഇന്ത്യൻ സൈന്യം ഢാക്കയിലേക്ക് കടക്കുമോ? സസ്പെൻസ് ഇനിയും പരമോന്നതിയിലാണ്. കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ എയർബേസുകളും ഫുൾ കോംബാറ്റ് മോഡിലാണ്. റാഫേൽ, സുഖോയ് പൈലറ്റുകൾ തങ്ങളുടെ കോക്പിറ്റുകളിൽ ഉത്തരവിനായി കാത്തിരിക്കുന്നു. ഇന്ത്യ തന്റെ നിലപാട് വ്യക്തമാക്കി, ഞങ്ങൾ ശാന്തിയുടെ പൂജാരികളാണ്. പക്ഷേ ഞങ്ങളുടെ ശാന്തിയെ ദുർബലതയായി കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രളയം സൃഷ്ടിക്കാനും അറിയാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം നമ്മുടെ സൈന്യത്തോടൊപ്പം പാറ പോലെ നിൽക്കേണ്ട സമയമാണ്. ഈ ചരിത്രപരവും ധൈര്യവത്തരവുമായ നടപടിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യ പിന്മാറുമോ? അതോ ഇത്തവണ പൂർണ്ണമായി ലെക്കുകൾ തീർത്ത് നിർത്തണോ? ബംഗ്ലാദേശിന്റെ ഭരണം ഇപ്പോൾ ഭാരത കൈകളിലാകണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായും എഴുതൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തോടും സൈന്യത്തോടും അഭിമാനമുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യൂ. ആ ശബ്ദങ്ങൾ രാജ്യദ്രോഹികളുടെ ചെവി വരെ എത്തണം. കമന്റിൽ ഭാരത് മാതാ കി ജയ്യും ജയ് ഹിന്ദും എഴുതാൻ മറക്കരുത്. അടുത്ത വലിയ അപ്ഡേറ്റിനായി ഇപ്പോൾ തന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ആക്കൂ. ജയ് ഹിന്ദ്.